ഹലോ ഗൈസ്, ആറ്റം ഡിസൈൻസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂസർ എക്സ്പീരിയൻസിൻ്റെ ലോകളെ കുറിച്ചാണ്. അതിൽ ആദ്യമായിട്ട് എസ്തെറ്റിക് യൂസബിലിറ്റി എഫക്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യൂസേഴ്സ് പലപ്പോഴും എസ്തെറ്റിക് രൂപകൽപ്പനയെ കൂടുതൽ യൂസബിൾ ഡിസൈൻ ആയിട്ട് കാണുന്നു എന്നതാണ് എസ്തെറ്റിക് യൂസബിലിറ്റി എഫക്റ്റിൽ മെയിനായിട്ട് പറയുന്നത്. എസ്തെറ്റിക് ആയിട്ടുള്ള ഡിസൈൻ ഒരാളുടെ ബ്രെയിനിൽ നല്ല അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാക്കുകയും ഡിസൈൻ നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനും വിശ്വസിക്കാനും സാധിക്കുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സീരീസിൻ്റെ ഡിസൈൻ എസ്തെറ്റിക് ആകുമ്പോൾ യൂസേഴ്സ് ചെറിയ യൂസബിലിറ്റി ഇഷ്യൂകളിൽ കൂടുതൽ ക്ഷമ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാഴ്ചകൾക്ക് ഭംഗിയുള്ള ഇഷ്യൂസുകളും മറ്റും മറക്കാനും പ്രശ്നങ്ങളും പോരായ്മകളും കണ്ടെത്തുന്നത് മാക്സിമം കുറക്കാനും സാധിക്കുന്നുണ്ട് എന്നതാണ് എസ്തെറ്റിക് യൂസബിലിറ്റി എഫക്റ്റിൽ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു ലോ ആണ് ഡോഹർട്ടി ത്രെഷോൾഡ്. ഫങ്ഷനാലിറ്റിയുടെയും യൂസബിലിറ്റിയും തമ്മിലുള്ള ബാലൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോ ആണ് ഡോഹർട്ടി ത്രെഷോൾഡ്. ഒരു കമ്പ്യൂട്ടറും അതിൻ്റെ യൂസറും 400 മില്ലിസെക്കൻഡിൽ താഴെ വേഗതയിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്നു എന്നതാണ് ഈ ലോയിൽ പ്രസ്താവിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ലോ ആണ് ഫിറ്റ്സ് ലോ. ടാർഗറ്റ് നേടാനുള്ള സമയം ടാർഗറ്റിലേക്കുള്ള ദൂരത്തിൻ്റെയും സൈസിൻ്റെയും പ്രവർത്തനമാണ് എന്നതാണ് ഫിറ്റ്സ് ലോയിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടച്ച് ടാർഗറ്റുകൾ യൂസേഴ്സിന് കൃത്യമായി കഴിയുന്നതിനുള്ള മനസ്സിലാക്കാനുള്ള സൈസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടച്ച് ടാർഗറ്റുകൾക്കിടയിൽ നിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ മിതമായിട്ടുള്ള അകലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടച്ച് ടാർഗറ്റുകൾ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഇൻ്റർഫേസിൻ്റെ ഒരു ഏരിയയിൽ ആയിരിക്കണം എന്നതാണ് ഫിറ്റ്സ് ലോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്ത എഫക്റ്റാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോൾ ഗ്രേഡിയൻ്റ് എഫക്റ്റിനെ കുറിച്ചാണ്. ഗോളിലേക്കുള്ള പ്രോക്സിമിറ്റി അനുസരിച്ച് ഒരു ഗോൾ അപ്രോച്ച് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും എന്നതാണ് ഗോൾ ഗ്രേഡിയൻ്റ് എഫക്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു യൂസർ ഒരു ടാസ്കിലേക്ക് വേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ ടാസ്ക് പൂർത്തീകരിക്കാൻ യൂസർ കൂടുതൽ അടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ടാർഗറ്റ് പൂർത്തീകരിക്കാൻ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പ്രോഗ്രാംസ് നൽകുമ്പോൾ യൂസേഴ്സിന് അത് പൂർത്തീകരിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നു എന്നതാണ് ഈ ലോയിൽ പിന്നീട് പറയുന്നത്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹിഗ്സ് ലോയെ കുറിച്ചാണ്. എത്ര ചോയ്സസ് ഉണ്ട് എന്നതിനനുസരിച്ച് ഒരു തീരുമാനമെടുക്കുക എന്നതാണ് ഹിഗ്സ് ലോയിൽ പറയുന്നത്. ആൻഡ് വർക്കിൻ്റെ ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടി കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചെറിയ സ്റ്റെപ്പുകൾ ആക്കുക. അതുപോലെ തന്നെ റെക്കമെൻഡ് ഓപ്ഷൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള യൂസേജിനെ ഒഴിവാക്കുക എന്നതാണ് ഹിഗ്സ് ലോയിൽ പിന്നീട് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ജേക്കബ്സ് ലോ. യൂസേഴ്സ് അവരുടെ കൂടുതൽ സമയം മറ്റു സൈറ്റുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് യൂസേഴ്സിന് അറിയാവുന്ന മറ്റു സൈറ്റുകൾ പോലെ തന്നെ അവരുടെ പിന്നീടുള്ള സൈറ്റുകളിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതാണ് ജേക്കബ്സ് ലോയിലൂടെ പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 6 ലോകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ അടുത്ത ലോകളുമായി അടുത്ത പാർട്ടായിട്ട് നമുക്ക് പിന്നീട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.